ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ മനോഹർ നിഷയോട് ചോദിക്കണ്ടേ, മോളിന് എന്താഗ്രഹമുള്ളത്, എന്താഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഏട്ടനോട് പറഞ്ഞോ, ഈശ്വര സ്വർണ്ണമൊന്നും ചോദിക്കല്ലേ എന്ന് മനസ്സിൽ മനോഹർ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. പറ മോളു, എന്താ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നിഷ പറയണ്ടേ, അത് എനിക്ക് എപ്പോഴും രോഹേട്ടൻ്റെ കൂടെ ഇങ്ങനെ പറ്റിച്ചേർന്ന് ഇങ്ങനെ ഇരിക്കണം, അതാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ, ഓ അതാണോ, അത് എൻ്റെയും വലിയ ആഗ്രഹമാണല്ലോ, ഞാൻ എപ്പോഴും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇങ്ങനെ പറ്റിച്ചേർന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിഷയുടെ തോളിൽ കൈയിട്ട് പിന്നെ അവരങ്ങനെ കിടക്കുന്നതാണോ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെയും കിരണിനെയാണ്. കിരൺ പറയുന്നുണ്ട്, നാളെ അവിടെ പോയി കഴിയുമ്പോഴേക്കും, നാളെ അതായത് എയർപോർട്ടിൽ പോകുമ്പോഴേക്കും കുഞ്ഞെ കൊണ്ടുപോകണ്ട, അത് നിനക്ക് വലത്ത് വിഷമം തോന്നും, കുഞ്ഞിവിടെ ആക്കിയിട്ട് ഞാൻ നിന്നെ എയർപോർട്ടിലാക്കിയിട്ട് വരാം. ഒരു കണക്കിന് നമ്മളിപ്പോൾ പെൺപിള്ളേരുള്ള അമ്മ അച്ഛൻ്റെ സ്വഭാവമാണ്. കാരണം ആ പെൺപിള്ളേരുള്ള അമ്മ അച്ഛന്മാരെ പെൺപിള്ളേരെ കെട്ടിച്ചിട്ട് തന്നെ ഭയങ്കര വിഷമമായിരിക്കും, അവർക്ക് എപ്പോഴും മക്കളെ കാണണമെന്ന് തോന്നും, മക്കളെ വിട്ടു പിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമൊക്കെ ആയിരിക്കും. ശരിക്കും മക്കളായിട്ട് ഇടയ്ക്കിടയ്ക്ക് പിരിഞ്ഞു മാറിയിരിക്കുന്നത് തന്നെയാണ് കല്യാണം നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് അറ്റാച്ച്മെന്റ് കൊടുത്തു തരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് അവർ മാറുമ്പോഴേക്കും നമുക്കത് സഹിക്കാൻ പറ്റില്ല. പിന്നെന്താ കിരീട്ടൻ അങ്ങോട്ട് നമ്മുടെ ഇടയ്ക്ക് മാറി നിൽക്കാതെ ചോദിക്കുമ്പോൾ, അത് അങ്ങനത്തെ സാഹചര്യമൊന്നും വന്നിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് നിങ്ങളുടെ ഇപ്പം മാറി നിൽക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് പറയാണ്. പിന്നെ കല്ലിമോൻ ഇപ്പോൾ ഒറ്റക്കാണ്, കല്ലിമോൻ ഒരു കൂട്ടൊക്കെ വരാനുള്ള സമയമായി, നമുക്കൊരു കുഞ്ഞുവാവനെ കൂടി കല്ലിമോനെ കൊടുത്താലോ എന്ന് പറയുമ്പോൾ, അത് ഇപ്പൊ വേണ്ട കിരണേട്ടാ. അതെന്താ ഇപ്പൊ വേണ്ടാത്തത്, കുറച്ചുകൂടി കഴിയട്ടെ. എടോ, അങ്ങനെ കുറച്ചുകൂടി കഴിയാൻ പാടില്ല, പിള്ളേർ തമ്മിൽ 2 വയസ്സിന് വ്യത്യാസം പാടുള്ളൂ, മുതിർന്നവർ പറയണത് കേൾക്കാറില്ലേ. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്കൊരു പ്രായം അവർക്ക് കളിച്ചിരിച്ച് കളിക്കാനും ഒക്കെ ഒരു കൂട്ടാകും, അതുകൊണ്ടാ. എന്നാലും ഇപ്പൊ വേണ്ട കിരണേട്ടാ, കല്ലുമോനൊരു കുറച്ച് വയസ്സുകൂടി ആവട്ടെ, എന്നിട്ട് അടുത്ത കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ സ്നേഹം കല്ലുമോനെ മാത്രം കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്ത കുഞ്ഞ് വരട്ടെ എന്ന് പറയാണ്. എല്ലാം തന്റെ തീരുമാനം പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കിരൺ പറയുന്നുണ്ട്, നാളെ അവിടെ പോയിട്ട് മീറ്റിങ്ങിന് പോയിട്ട് തന്നെ ഉഴപ്പിക്കളഞ്ഞിട്ട് ഞാനില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വിളിക്കാം എന്ന് പറയാണ്. ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം കേട്ടോ, തിരക്കാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കാതിരിക്കരുത്, അതാ എന്റെ സംശയം. ഇല്ലല്ലോ, ഞാൻ ഫോൺ എടുക്കാം. പിന്നെ തന്നോടൊപ്പം മീറ്റിംഗ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം, തന്റെ ഫോട്ടോ അതുപോലെ തന്നെ തന്റെ കാര്യങ്ങളൊക്കെ പത്രത്തിലും ടി വിയിലൊക്കെ ഇനിയും വരണം, അതൊക്കെ എനിക്ക് വല്ല അഭിമാനമുള്ള കാര്യമാണ് എന്ന് പറയുകയാണ്. അവിടെ വേറെ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, അതിലൊക്കെ താൻ ഫസ്റ്റ് പ്രൈസ് മേടിക്കണം കേട്ടോ എന്നൊക്കെ പറയാണ്. ശരി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെ ആട്ടോ. രാഹുൽ ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ മനസ്സിൽ നിന്ന് വിചാരിക്കുകയാണ്, രൂപേനെ ഒന്ന് കാണാൻ പോകണം, അവള് ഒരാളെ കൊല്ലാന്ന് പറഞ്ഞിട്ട് കുറച്ചു നാളായി പറ്റിക്കണു, അവിടുത്തെ കാര്യങ്ങൾ എന്താന്ന് പോയിട്ട് നേരിട്ട് പോയി അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ രാവിലെ തന്നെ രൂപയുടെ അടുത്തേക്ക് പോവാണ്. രൂപ വാതിൽ തുറക്കുമ്പോഴേക്കും രാഹുൽ മുമ്പിൽ നിൽക്കേണ്ട. രാവിലെ ഇയാൾ എന്തിനാണ് ഇപ്പൊ കെട്ടിയെടുത്തത് എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കണം. ആ ചേട്ടാ വാ, അകത്ത് വാ എന്ന് വിളിക്കുകയാണ്. രൂപ, കുറച്ച് നാളായി ഞാൻ നിന്നെ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നത്, നിന്നോടൊരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോ കുറച്ച് ദിവസം അധികമായി, എന്തായി, നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചോദിക്കുമ്പോഴേക്കും, എന്താ, അല്ല സേന ഇല്ലാതാക്കുന്ന കാര്യം, കുറച്ചധികം നാളായി ഇപ്പൊ അതിനു വേണ്ടി നടക്കുന്നു എന്ന് പറയുമ്പോ, അത് ചേട്ടൻ അറിയാലോ, ഞാൻ പെട്ടെന്ന് ചന്ദ്രസേനോട് സ്നേഹം കാണിച്ചില്ല, എന്റെ മക്കൾക്കും മരുമകൾക്കൊക്കെ വല്ലാത്ത ഡൗട്ട് ഉണ്ട്, ഇപ്പൊ എങ്ങാനും അയാൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്റെ തലയിലാവുന്ന ഉറപ്പാണ്, എല്ലാവർക്കും എന്നെ സംശയമോ, അതുകൊണ്ട് കുറച്ച് സമയം കൂടി തരണം ചേട്ടാ. ശരി ആയിക്കോട്ടെ. മറ്റേ കാര്യം എന്തേ, മറ്റേ കാര്യമോ, എന്ത് കാര്യം, കല്യാണിയുടെ കാര്യം. കിരണിനെയും കാര്യം രണ്ടും രണ്ടാക്കിയിട്ട് എന്റെ മോളെയും അതുപോലെ തന്നെ കിരണിനെയും കൂടി ഒന്നാക്കാമെന്ന് നീ പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞപ്പോ, ആ കാര്യം എന്തായെന്ന്. അതോ, അതെങ്ങനെയാ രാഹുലേട്ടാ, കിരണും കരുണയും എപ്പോഴും ഒന്നിച്ചല്ലേ, അവരെ പെട്ടെന്നൊന്നും വേർപെടുത്താൻ പറ്റില്ല, അവരെ വേർപെടുത്തണം രൂപേ. വെറും ഒരു പാൽക്കാരി പെണ്ണാണ് നമ്മുടെ കമ്പനിയിലെ, അവള് കിരണായിട്ട് പറ്റിച്ചേർന്ന് പറ്റിപ്പെഴുകി ഇപ്പൊ നോക്കിക്കേ, എപ്പോഴും കിരണിന്റെ കൂടെ തന്നെയാ, അവൾ കിരണിന്റെ ഭാര്യയായി, ഇപ്പൊ വലിയ MD ആയി, അവൾ എങ്ങനെയെങ്കിലും കിരണിന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി എടുത്ത് മാറ്റിയാൽ മാത്രമേ എന്റെ മോളെ കിരണിനെ ഒന്നിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ രൂപ പറയണ്ട, അത് പെട്ടെന്ന് നടക്കില്ല, അറിയാലോ കിരണിന്റെ കല്യാണം എന്ന് വെച്ച ജീവൻ, അതെ ഇപ്പൊ അവൾക്ക് എന്താ അവാർഡൊക്കെ കിട്ടാൻ പോണെന്നു, അവൾ എവിടെയോ ബോംബെയിലോ എവിടെയോ പോകണം അവാർഡ് മേടിക്കാൻ പോണെന്നാ പറയണത്. അപ്പൊ കിരണും പോകുന്നുണ്ടോ കൂടെ? കിരൺ പോകുന്നില്ല. അപ്പൊ രാഹുൽ ഇങ്ങനെ ആലോചിക്കാട്ടോ, ഒരു ഉടായ്പിനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് രൂപ ചോദിക്കണ്ട, എന്താ രാഹുലായിട്ട് ആലോചിക്കണത്? ഒന്നുമില്ല എന്ന് പറയുകയാണ്. നിന്നെ കാണാണ്ട് ഒരു സമാധാനമല്ല രൂപേ, അതുകൊണ്ടാണ് ഞാൻ വന്നത്, നിന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനമാണ്. ഈശ്വര, ഇയാൾ എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ വരുമോ എന്ന് നമ്മുടെ രൂപ മനസ്സിലാക്കണം. എന്താ രാവിലെ ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ആ സേനനും അതുപോലെ തന്നെ കിരണും കരുണൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ, അതുകൊണ്ട് ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല, എന്തായാലും നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ നോക്ക് എന്നിട്ട് പറഞ്ഞിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് അവിടുന്ന് രാഹുൽ ഇറങ്ങുക കേട്ടോ.
അതിനുശേഷം കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മുടെ മനോഹരനെയാണ്. മനോഹർ രാവിലെ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ ആയിട്ട് നമ്മുടെ നിഷ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. നിഷ വരുമ്പോഴേക്കും മനോഹർ പെട്ടെന്ന് പൊട്ടിക്കരയുവാണ്. എന്താ എന്താ റോഹിയുടെ കരയെന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പൊ എല്ലാം കഴിഞ്ഞു കാണുമായിരിക്കും. എന്ത്? അല്ല എൻ്റെ മാമന്റെ അടക്കവും കാര്യങ്ങളൊക്കെ. ഓ അങ്ങനെയാണോ? നമുക്ക് അവിടെയും വരെ ഒന്ന് പോവണ്ടേ? നമുക്കല്ല, എനിക്ക്. അതെന്താ റോഹിട്ട, ഞാൻ വന്നാല്? അതല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം അവിടെ ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് മോളും ഇപ്പൊ വരണ്ട, ഞാൻ പോയിട്ട് വരാം എന്ന് പറയുവാണ്. അത് റോഹിട്ട ശരി, എന്നാൽ റോഹിട്ടൻ പോയിട്ട് വാ. എന്നാ ചായ ചൂടുണ്ടോ ചായക്ക് എന്ന് ചോദിക്കുകയാണ്. ആ കുടിക്കാൻ പറ്റുന്ന ചൂടാ. ആ ശരി എന്ന് വേണ്ട കുടിക്കുവാണ്. അതെ, നാമതിലേക്ക് മസാല ടീ മതി കേട്ടോ. ശരി റോഹേട്ട, എനിക്ക് അവിടെ വരെ പോയേ പറ്റൂ. കാരണം എൻ്റെ ചങ്കിലാണ് എൻ്റെ മാമനുള്ളത്. എൻ്റെ മാമൻ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. മോളിനറിയാമോ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോഴേക്കേ ഞാൻ മാമന്റെ കൈ പിടിച്ചിട്ടാ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അത്ര എൻ്റെ ജീവന്റെ ജീവനാണ്. ആ മാമനെ മറന്നിട്ട് ഞാൻ കല്യാണം നടത്തിയത്. എല്ലാം മോളിന് വേണ്ടിയിട്ട്. അറിയാലോ, എനിക്കറിയാം റോഹേട്ടാ. ആ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോൺ ബെല്ലടിക്കുക കേട്ടോ. ദേ ആരോ വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ സരയുവാണ്. മോളു ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞിട്ട് ആ ഫോണായിട്ട് നിലത്തേക്ക് ഓടി പോകുക കേട്ടോ. അതിനുശേഷം നിലത്തേക്ക് എത്തിയിട്ട് അവിടെ ഇവിടെയും ആരില്ലെന്ന് ഉറപ്പായതിനു ശേഷം നമ്മുടെ മനോഹർ ആ ഫോൺ എടുക്കുവാണ്. ആ മോളു പറ, എവിടെയാ മനുവേട്ടാ? ഇന്നലെ രാത്രി വന്നില്ലല്ലോ, ഇന്ന് രാവിലെയായി, ഇതുവരെ വന്നില്ലല്ലോ. മോളു ഇന്നും കൂടി എനിക്ക് തിരക്കുണ്ട് കേട്ടോ, ഞാൻ നാളെ എത്തിയേക്കാം, ഇന്നൊരു ദിവസം കൂടി ക്ഷമിക്ക്. പറ്റില്ല മനുവേട്ടാ, മനുവേട്ടനില്ലാതെ ഒരു സുഖമില്ല മനുവേട്ടാ. നമുക്ക് എത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകാം. ഇവിടെ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ഒക്കെയാ. അയ്യോ മോളു, അവിടെയുണ്ട് പ്രശ്നങ്ങൾ. അമേരിക്കയിൽ മഞ്ഞെന്ന് വീഴാലേ, ഓ മനുഷ്യരെ തകർക്കണ രീതിയിലാണ് മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. എല്ലാ നാട്ടിലും ഓരോ പ്രശ്നങ്ങളുണ്ട് മോളു. എന്നാലും ഇവിടുത്തെ അത്ര പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല മനുവേട്ട. മനുവേട്ട പെട്ടെന്ന് വാ മനുവേട്ട. ഞാൻ വരാൻ മോളു, ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു ദിവസം കൂടി നീ ക്ഷമിക്ക്. രാവിലെ തന്നെ ഞാൻ അവിടെ എത്തും. പിന്നെ നീ പറഞ്ഞല്ലോ നിനക്ക് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകണമെന്ന്. രാവിലെ നമുക്ക് വന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകാം. കേട്ടോ? ശരി മനുവേട്ടാ. അതെ, നമ്മുടെ വാവ എന്തു പറയുന്നു? വാവ വയറ്റിൽ നിന്ന് ഇപ്പോ തുള്ളിച്ചാടുക, കയ്യും കായിട്ട് അടിക്കുക. അതെ, മനുവേട്ടനെ അന്വേഷിക്കുന്നുണ്ട് വാവ. അതെ, ഞാൻ വന്നിട്ട് അവന്റെ ആ പരിഭവങ്ങളൊക്കെ മാറ്റാൻ. കേട്ടോ? ശരി മോളു, എന്ന് നാളെ കാണാൻ ഒരു ഫോൺ വെക്കുവാണ്. പിന്നെ ആ വയറ്റിൽ കിടക്കുന്ന വാവയല്ലേ എന്നെ അന്വേഷിക്കാൻ പോണത്. ഓരോരോ ഡായ്പാട്ട് ഇറങ്ങിക്കോളൂ അവള് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ നിഷ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ആരാ മനുവേട്ട റോഹേട്ട വിളിച്ചത്? അതോ വേറെ ആരൊന്നല്ല, അവിടെ നിന്നാ വിളിച്ചത്, അമേരിക്കയിൽ ബന്ധുക്കള്. എന്താ ചടങ്ങിനെ വരാത്തേന്ന് ചോദിച്ചിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പോണം മോളു. എനിക്ക് ആലോചിച്ചിട്ട് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും എൻ്റെ മാമൻ എന്നെ വിട്ടു പോയല്ലോ. ഞാൻ മാമൻ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ആ കിടപ്പ് കണ്ടിട്ടാണ്. പക്ഷെ ഇപ്പൊ തോന്നുന്നു എനിക്കൊരു മാമനെ കണ്ടെങ്കിലും നിന്നാ മതിയായിരുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ പോകുക മോളു. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് നാളെ രാവിലെ ഫ്ലൈറ്റിന് ഞാൻ പോകും കേട്ടോ. ഇന്ന് മോൾക്ക് എവിടേക്കോ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരാം എന്നിട്ട് പറയണം. മോള് റെഡി ആയിക്കോ. പിന്നെ റോഹിട്ടിന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത്? മോൾ ഉണ്ടാക്കണേ എന്തായാലും എനിക്ക് മതി. അത് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറയാണ്. അതെയോ, ഒരു കാര്യം ചെയ്യും, അടുക്കളയിൽ പോയി പറഞ്ഞാൽ മതി മോൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന്. പിന്നെ എനിക്കും അതന്നെ മതി. ഇനി മോളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ശരി റോഹേട്ടാ, ശരി. എന്നാൽ മോള് അടുക്കളയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം. കാറിൽ പോകണ്ട, ബൈക്കിന് പോവാം. അതെന്താ റോഹേട്ടാ കാറിൽ പോയാൽ? കാറിൽ പോകണതല്ലേ നല്ലത്. ബൈക്കിന് പോകാൻ മോളെ, ബൈക്കിനാകുമ്പോൾ നമുക്ക് ചുറ്റിപ്പടഞ്ഞ് ഇരുന്നൊക്കെ പോവാലോ. എന്നൊക്കെ പറയാണ്. ശരി റോഹേട്ടാ എന്ന് പറയട്ടെ മുകളിലേക്ക് പോകണ്ട നിഷ. അതിനുശേഷം നമ്മുടെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും സരയുവിന്റെ കാര്യത്തിൽ പറ്റിയ അബദ്ധം ഇവരുടെ കാര്യത്തിൽ പറ്റരുത്. കറക്റ്റ് സമയം ഇവിടുന്ന് എസ്കേപ്പ് അടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ സരയുവിനെ പറ്റിയ പോലെ 1.5 വർഷം ഇവിടെ നിൽക്കേണ്ടി വരും. എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കണം എന്ന് പറയുന്നത്. തന്റെ എപ്പിസോഡ് തീരുന്നത് കിരണും കല്യാണിയും കാണണമെന്ന് ഇന്ന് കാണിച്ചില്ല. നാളെ ആയിരിക്കും അവർ കാണുന്നുണ്ടാവുക. എന്തായാലും മനോഹരന്റെ കള്ളത്തരം നാളെ കിരണും കല്യാണി അറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.